ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് അരി അരക്കാണ്ട് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏത് ചട്ടിയിൽ വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ പൊടിയാണ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് പൊടിക്ക് 1/2 ഗ്ലാസ് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അത്രയും മതി കേട്ടോ, തേങ്ങ കൂടി പോകേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ 5 ml ടീസ്പൂണാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഒരു 2.5 ഗ്ലാസ്സൊക്കെ എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കണില്ല കേട്ടോ. നമ്മൾ തേങ്ങ ചേർക്കുന്ന കാരണം തന്നെ ചെറിയൊരു മധുരം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് പഞ്ചസാരയുടെ ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് ഒന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. ഈസ്റ്റ് ചേർത്തത് കാരണം തന്നെ ഒരു 2 മണിക്കൂർ എന്തായാലും പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. നല്ല ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറാകുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഇതുപോലെ നല്ല മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊങ്ങാൻ എത്ര സമയം എടുക്കുന്നോ അത്രയും സമയം നിങ്ങൾ മാറ്റി വെക്കുക. ഇപ്പോൾ രാത്രിയൊക്കെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ രാവിലെ കുറച്ച് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ അരച്ച് വെച്ചാൽ മതി. ഇനി നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. ഞാനിവിടെ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാലപ്പ ചട്ടിയാണെങ്കിൽ അതിൽ ചുട്ടെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ പാലപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ മാവ് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള ചട്ടിയിൽ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ നോൺ സ്റ്റിക്കിൽ ചുടുന്നേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ നാടൻ ചട്ടികളിൽ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പമാണ് കേട്ടോ. അരി കുതിർക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് അരച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ചട്ടിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ തവയിൽ ദോശത്തവ ഉണ്ടല്ലോ, ആ തവയിലും ഇതുപോലെ നിങ്ങൾക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. ഇനി സാധാരണ നമ്മൾ ദോശക്കല്ലിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ. ഏത് ചട്ടിയിൽ വേണം ചുട്ടെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവല്, ഉഴുന്ന്, അതുപോലെ അരി ഒന്നും ഇല്ലാത്ത സമയത്ത് സാധാരണ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരി കുതിർക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നൊരു പോലെയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് മാറ്റി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ഒക്കെ ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.